പുന്നമട കായലിലെ ആവേശം പ്രേക്ഷകരിൽ എത്തിക്കുവാൻ ഞാനും ഹാഷ്മി താജ് ഇബ്രാഹിം എസ് വിജയകുമാർ റെഡിയാണ്. വിജയകുമാർ, ഒരു വിവരമുണ്ട്. അതായത് ഈ മുഹമ്മദ് റിയാസ്, മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ നെഹ്റു പവലിയൻ പുതുക്കി പണിയാൻ 7 കോടി രൂപ അനുവദിച്ചു. ഇത്തവണ സംഘാടനത്തിന് നൽകിയത് 10 കോടിയാണ്. അപ്പോ നെഹ്റു ട്രോഫി സംസ്ഥാന സർക്കാരിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. കണ്ണിലെ കൃഷ്ണമണി. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം പ്രോഡക്റ്റായി നെഹ്റു ട്രോഫി വള്ളംകളി മാറി. ഇവരുടെ ചെലവ് 1 കോടിയൊക്കെയാ. അതിൽ 7 ലക്ഷം എന്താവാനാണ്? എന്തായാലും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഏറ്റവും വലിയ പ്രോജക്റ്റായി നെഹ്റു ട്രോഫി വള്ളംകളി മാറുന്നു. അപ്പൊ 100% നെഹ്റു ട്രോഫി ജലമേള. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ശരിയാണ്, കോ സ്പോൺസർഡ് ബൈ മ്യൂച്വൽ ഫണ്ട് ശരിയാണ്. അതേപോലെ അദാനി അംബുജ പ്ലസ് സിമെന്റ് ഓൺസ് മോർ അദാനി അംബുജ പ്ലസ് സിമെന്റ്. ഓക്കെ, പ്രായോജകർക്ക് സ്വാഗതം. ഈ ജലമേളയിൽ ആവേശം ഇളകി പറയുമ്പോ ഓളപ്പാത്തികൾ തീപിടിക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിലെ ആവേശവും ചൂടും ചൂരും നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ എല്ലാവിധമായ സാങ്കേതിക സൗകര്യങ്ങളും 24 ഏർപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു പക്ഷേ മണിക്കൂറുകൾ നീണ്ടുപോകുന്ന ഈ മത്സരം അല്ലേ, ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുവാണ്. എല്ലാ വള്ളങ്ങളുടെ ക്യാപ്റ്റന്മാരെ പരിചയപ്പെടും. അത് കഴിഞ്ഞാൽ ഡ്രിൽ ആരംഭിക്കും. അവരവരുടെ തുഴകൾ മുകളിലേക്ക് ഉയർത്തും, താഴ്ക്കും. അവരാണ് അഭിവാദ്യം ചെയ്യും. അതിനുശേഷം അവര് വന്ന വഴിയെ തിരിച്ച് അങ്ങോട്ട് പോകും. പിന്നെ അവിടെ തിരിച്ചൊരൊറ്റ വരവാണ്, ശരം പോലെ. സമയമെടുക്കില്ല. പരിചയപ്പെടുത്തുകയാണ്. ക്യാപ്റ്റന്മാരുടെ പേര് വിളിക്കുമ്പോൾ അവർ ഹാജർ പറയുന്നുണ്ട്. എല്ലാവിധ ഈ പറയുന്ന ഇതും തുഴയുരുട്ടി ഒരു ഗൺസലോട്ട് എന്ന് പറയുന്ന ഒരു തുഴസലോട്ട് കൊടുക്കുന്നുണ്ട്. പുന്നമട മഴ പെയ്തില്ല. നല്ല മനോഹരമായ അന്തരീക്ഷം, ആവേശത്തിന് തീപിടിക്കുന്നു. മനോഹരമായ ആകാശം, മഴ മാറി നിൽക്കുന്നു. മഴ പെയ്താലും ഈ പുന്നമടക്കാർക്ക് മഴയൊന്നും ഒരു വിഷയമല്ല അല്ലേ. പേമാരി പെയ്താൽ സാരമില്ല. പിന്നെ അഥവാ മഴ പെയ്താലും മുണ്ടും മടക്കി കുത്തി നമ്മൾ ഇവിടെ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു തർക്കവും. മൈക്ക് നനയൊന്നും പേടിയുള്ളൂ. കുട പിടിക്കാം. അല്ല, കുട വേണ്ട അല്ലേ. നോക്കാം. ഒറ്റ കാര്യം, എന്താ ഇത് ഈ മാസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ കേവലം മാറ്റർ ഓഫ് ദ ടൈമാ, മാറ്റർ ഓഫ് ദ സെക്കൻഡ്സ് ആണ്. മേരെ ഹാത്ത് ഹീറ്റ്സ് ജസ്റ്റ് വാട്ടർ മാത്രമേ ഉള്ളൂ. താങ്ക് യു സാർ. അവിടെ ഡ്രില്ല് തുടങ്ങാൻ പോവാണ്. ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുകയാണ്. എല്ലാവരും റെഡിയാണ്. അവർ തുഴകൾ മുകളിലേക്ക് അതിന്റെ ട്രയൽ നടക്കുന്നുണ്ട്. അതൊരു കാഴ്ചയായിരിക്കും. ആ കാഴ്ചയാണ് ഇനി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഈ 21 ചുണ്ടൻ വള്ളങ്ങളിലെ ഏറ്റവും കുറഞ്ഞ 75 മുതൽ 90 വരെയാണ് തുഴക്കാരുടെ എണ്ണം. അപ്പൊ ഓരോ വള്ളത്തിലും ശരാശരി 80 പേര് കാണുമെന്ന് വിചാരിക്കാം. അപ്പൊ 21 വള്ളങ്ങളിൽ അത്രയും തുഴക്കാർ ഒരേ സമയം അവരുടെ തുഴ മുകളിലേക്ക് ഉയർത്തി അഭിവാദ്യം ചെയ്യുന്ന ഒരു അത്ഭുത കാഴ്ചയ്ക്ക് നമ്മൾ പുന്നമടയിലെ ഓളങ്ങൾ അല്ലെങ്കിൽ വേദിയാകാൻ പോവുകയാണ്. അതിന്റെ ട്രയൽ നടക്കുന്നുണ്ട്. ക്യാപ്റ്റന്മാർ പരിചയപ്പെടുത്തുകയാണ്. അവിടെ പവലിയനിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്, മറ്റു ജനപ്രതിനിധികളുണ്ട്. അതുപോലെ ജനങ്ങളൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്.